കഴിഞ്ഞ സെക്ഷന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു ഇ റേസ്ഡ് എക്സ് പ്ലസ് എക്സ്. ഇപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം അവിടെ ഡബിൾ റൂട്ട് ആയിരുന്നു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ആണ്. എം മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്നത് എം ഈക്വൽ ടു 1 അവിടെ ഡബിൾ റൂട്ട് ആണ്. അപ്പം അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1x പ്ലസ് c2 ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്നുള്ളതാണ്. അതായത് ഇ റേസ്ഡ് എക്സ് എന്നുള്ളത് 2 തവണയാണ് അവിടെ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഹിയർ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ്ഡ് എക്സ് പ്ലസ് എക്സ്. അപ്പൊ ഇ റേസ്ഡ് എക്സ് എന്നുള്ളത് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അതിന്റെ വൈ ടി ചൂസ് ചെയ്യുമ്പം ഈ ഇ റേസ്ഡ് എക്സിന്റെ സി ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്ന് എഴുതിയാൽ പോരാ. അതിന് പകരം ഇവിടെ ഡബിൾ റൂട്ട് ആയതുകൊണ്ട് സി ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് എക്സ് എന്ന് വേണം എഴുതാൻ. ഇനി ഇതിനോടൊപ്പം ഒരു ടേം കൂടെ ഉണ്ട്, എക്സ് എന്നുള്ള ടേം ഉണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് k1x plus k0 കൂടി എഴുതുന്നു. Therefore our choice for yt is c into x square into e raised x plus k1x plus k0. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ yt ഡാഷും yt ഡബിൾ ഡാഷ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് റിപ്പീറ്റഡ് ആയി വന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ k1ന്റെ വാല്യൂ k0ന്റെ വാല്യൂ എല്ലാം രണ്ട് സൈഡിലുള്ള ഇ റേസ്ഡ് എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ഇവരുടെയൊക്കെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലുള്ളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വാല്യൂസ് കിട്ടും. അങ്ങനെ വൈ പി കിട്ടി. വൈ സി പ്ലസ് വൈ പി എഴുതി കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 3 cos 2t ആണ്. y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ കോംപ്ലക്സ് റൂട്ട്സ് ആണ് വരുന്നത്. അപ്പൊ എം ഈക്വൽ ടു 2iയും എം ഈക്വൽ ടു മൈനസ് 2iയും. ആൻഡ് സോ its solution is c1 ഈ റേസ്ഡ് ആൽഫ ടി എഴുതുമ്പോൾ ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്. അപ്പം അത് വെച്ചിട്ട് എഴുതുമ്പോൾ c1 cos 2t പ്ലസ് c2 sin 2t ഇതാണ് അവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ g ഓഫ് ടി എന്ന് പറയുന്നത് 3 into cos 2t ആണ്. അപ്പൊ ഇവിടെ സെയിം എന്താണ് ഫംഗ്ഷൻ ഇവിടെ ഇതിന്റെ ഹോമോജീനസിന്റെ സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ 2t കോസും 2t തന്നെ ഇവിടെ അതേ 2t. സപ്പോസ് ഇവിടെ കോസ് 3t ആയിരുന്നെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിടത്തും 2 എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ദർഫോർ നമ്മളിവിടെ സൊല്യൂഷൻ പർട്ടിക്കുലർ സൊല്യൂഷൻ ചൂസ് ചെയ്യുമ്പം ഇത് ഇവിടെ സൊല്യൂഷൻ ആയതുകൊണ്ട് എന്ത് ചൂസ് ചെയ്യണം? ഇതിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇവിടെ എക്സ് അല്ല വേരിയബിൾ ടി ആ കൊടുത്തില്ല, ഇപ്പൊ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ വേണം എടുക്കാനായിട്ട്. അപ്പൊ സാധാരണ നമ്മൾ വൈറ്റി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കേണ്ടത് കെ ഇൻറ്റു സൈൻ 2t പ്ലസ് എം ഇൻറ്റു കോസ് 2t എന്നുള്ളതാണ്. ബട്ട് ഹിയർ അത് ഇവിടെ കോസ് 2t ഇവിടെ ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ തന്നിട്ട് ഇതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ ടേം കെ ടി സൈൻ 2t പ്ലസ് കെ എം ടി കോസ് 2t എന്നുള്ളത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നു. ദെൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കോസ് 2tയുടെയും സൈൻ 2tയുടെയും ടേംസ് എല്ലാം കളക്ട് ചെയ്ത് രണ്ട് സൈഡിലുള്ള ഇവരുടെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. അപ്പൊ ഇവിടെ കോസ് 2tയുടേത് ഇവിടെ 3 ആണ്, ഇവിടെ 4k ആണ്. അപ്പൊ k ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. ഇവിടെ മൈനസ് 4m ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ m ഈക്വൽ ടു 0 എന്ന് കിട്ടി. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ സി പ്ലസ് വൈ പി എഴുതി കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ആയി. നെക്സ്റ്റ് പ്രോബ്ലം y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് മൈനസ് 3y ഈക്വൽ ടു 4x മൈനസ് 5 പ്ലസ് 6x ഇ റേസ്ഡ് 2x ആണ്. ഇപ്പൊ ഹോമോജീനസിന്റെ സൊല്യൂഷൻ കാണുമ്പം ഇവിടെ c1 ഇ റേസ്ഡ് 3x പ്ലസ് c2 ഇ റേസ്ഡ് മൈനസ് x എന്നാണ് കിട്ടിയത്. g ഓഫ് x എന്ന് പറയുന്നത് 4x മൈനസ് 5 പ്ലസ് 6 ഇൻറ്റു എക്സ് ഇ റേസ്ഡ് 2x. ഇവിടെ ഇ റേസ്ഡ് 3x ഇ റേസ്ഡ് മൈനസ് x ആണ്, ഇവിടെ ഇ റേസ്ഡ് 2x ആണ്. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് ചൂസ് ചെയ്താൽ മതി. 4x മൈനസ് 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇത് രണ്ടിനോട് ചേർത്തിട്ട് ഒറ്റ ഫംഗ്ഷൻ എടുത്താൽ മതി. ഇപ്പൊ 4x മൈനസ് 5 അതായത് ഇവിടെ കോൺസ്റ്റന്റ് ഇതിനോടൊപ്പം കൺസിഡർ ചെയ്തിരിക്കും. അപ്പൊ k0 പ്ലസ് k1x. ഇനി ഇതിൻ്റെത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ ഫോമിലുള്ളത് തന്നിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഫോമിലുള്ളത് എടുക്കുമ്പോൾ ഇ റേസ്ഡ് 2x ഇൻറ്റു k2x പ്ലസ് k3. ഇവിടെ k0ഉം k1 ഒക്കെ ഓൾറെഡി വന്നുകൊണ്ടാണ് വേറെ പേര് കൊടുക്കുന്നത്. ഇനി സാധാരണ പോലെ തന്നെ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലുള്ള എക്സിന്റെ കോൺസ്റ്റന്റ് ടേം ഇ റേസ്ഡ് 2xന്റെ കോഎഫിഷ്യൻസ് എല്ലാം കമ്പയർ ചെയ്ത് ഈ കോൺസ്റ്റന്റ്സിന്റെ എല്ലാം വാല്യൂസ് കിട്ടി. എന്നിട്ട് വൈ പി കിട്ടി. ഇനി y ഈക്വൽ ടു വൈ സി പ്ലസ് വൈ പി ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ആയി. അടുത്ത പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 10 ഇ റേസ്ഡ് എക്സ് സൈൻ എക്സ്. ഇപ്പൊ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഇവിടെ വരുന്നത് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്നുള്ളതാണ്. ഇവിടെ കോംപ്ലക്സ് റൂട്ട് ആയിരുന്നു, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് പ്ലസ് ഓർ മൈനസ് ഐ. അപ്പൊ ആൽഫ 0യും ബീറ്റ ഐ 1 ആണ്. അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതിയതാണ്. ഇവിടെ സൈൻ എക്സ് വരുന്നുണ്ട്. അപ്പൊ 10 ഇ റേസ്ഡ് എക്സ് സൈൻ എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ശരിക്കും എടുക്കേണ്ടത് ഇ റേസ്ഡ് എക്സ് ഇൻറ്റു കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് എന്നുള്ളതാണ്.
അപ്പം നമ്മളുടെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഇവിടെ ഇ റേസ്ഡ് എക്സ് സൈൻ എക്സ് ആണ്, ഇവിടെ സൈൻ എക്സ് ആ വന്നിട്ടുള്ളത്, അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രകാരം ഇത് തന്നെ ചൂസ് ചെയ്താൽ മതി, ഇ റേസ്ഡ് എക്സ് ഇൻറ്റു കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് എന്ന് എടുത്താൽ മതി. കാരണം ഇവിടുത്തെ ഈ ഫംഗ്ഷനും ഡിഫറെന്റ് ആണ്, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആവാതിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഇ റേസ്ഡ് എക്സ് കൊണ്ട് കൂടെ ടേം മൾട്ടിപ്ലൈ ആയിട്ടുള്ളത് കൊണ്ട് they are independent. So it is enough to choose phi t as a result in the k cos x plus m sin x. ഇതിന്റെ ഡെറിവേറ്റീവ് ഡബിൾ ഡെറിവേറ്റീവ് എല്ലാം കണ്ടിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കോൺസ്റ്റൻസ് രണ്ട് സൈഡിലുള്ള കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് കോൺസ്റ്റൻസിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ വൈ പി കിട്ടി, ദെൻ വൈ സി പ്ലസ് വൈ പി ചെയ്യുമ്പോൾ സൊല്യൂഷനായി. അടുത്ത പ്രോബ്ലം ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. വൈ ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു, ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, വൈ ഓഫ് 0 ഈക്വൽ ടു 0.2 എന്നും y dash of 0 equal to 60.1 എന്നുള്ളതാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. നമ്മൾ സാധാരണ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ യൂസ് ചെയ്തിട്ട് അവിടുത്തെ എന്താണ് ഹോമോജീനസിൽ എഴുതുമ്പോൾ കോൺസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിന്റെ വാല്യൂസ് ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഹോമോജീനസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ റൂട്ട്സ് -1 പ്ലസ് ഓർ മൈനസ് 2y ആണ്. അപ്പൊ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ചെയ്തത് ഇ റേസ് ടു മൈനസ് എക്സിന്റെ എ കോസ് 2x പ്ലസ് ബി സൈൻ 2x ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1.25 ഇ റേസ് 0.5x 40 കോസ് 4x മൈനസ് 55 സൈൻ 4x. അപ്പൊ സൈൻ ഇവിടെ 2x ഇവിടെ 4x ആണ്, അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ പി ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ഇൻറ്റു ഇ റേസ് 0.5x. ഇതിന് രണ്ടിലും 4x ആണ്, അപ്പൊ ഇതിന് രണ്ടിനും കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ സാധനം എടുത്താൽ മതി, കെ കോസ് 4x പ്ലസ് എം സൈൻ 4x. ഇനി നിങ്ങൾ ഇവിടെ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാലും രണ്ട് കോൺസ്റ്റൻസിന്റെ പേരാ വരും, അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒറ്റ കോൺസ്റ്റന്റിന്റെ പേരായിട്ട് ഇവിടെ ഈ രീതിയിൽ മാത്രം എഴുതിയാലും മതി. ഈ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഈ രൂപത്തിലാണ് വൈ പി കിട്ടുന്നത്. വൈ സി പ്ലസ് വൈ പി എഴുതുമ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ ആയി. അപ്പൊ ഇതിൽ എയും ബിയും രണ്ട് അൺനൗൺസ് ഉണ്ട്. അപ്പൊ ആ അൺനൗൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം വൈ ഓഫ് 0യും വൈ ഡാഷ് ഓഫ് 0യിൽ തന്നിട്ടുള്ളത്, അപ്പൊ വൈ ഡാഷും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോ. വൈ ഓഫ് 0 ഈക്വൽ ടു 0.2 എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ 0.2 ഈക്വൽ ടു ഇവിടെ എക്സ് കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എ പ്ലസ് 0.2 എന്ന് കിട്ടുക. അതിന്റെ വൈ ഡാഷിലും അതേപോലെ തന്നെ ആ വാല്യൂസ് കൊടുക്കുന്നു. 60.1 എന്നുള്ളതാണ് തന്നിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ഇതിലും 60.1 ഈസ് ഈക്വൽ ടു, ഇനി ഇതിൽ എക്സ് കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇനി എയുടെ വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബി ക്ക് 20 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഇസ് വൈ എഫ് എക്സ് ഈക്വൽ ടു എക്കും ബിയുടെയും വാല്യൂസ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയി. ഇനി അടുത്തത് വൈ ഡബിൾ ഡാഷ് വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇ റേസ്ഡ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹോമോജീനസ് ഇക്വേഷൻ വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനസ് പാർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എം ക്യൂ പ്ലസ് എം സ്ക്വയർ ഈക്വൽ ടു 0. അവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 0 മൈനസ് 1 വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പൊ 0 എന്ന് പറയുന്നത് ഡബിൾ റൂട്ട് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതുമ്പോൾ C1 പ്ലസ് C2 എക്സിന്റെ ഇ റേസ്ഡ് 0 എക്സ്, ഇ റേസ്ഡ് 0 എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അതുകൊണ്ടാണ് ആ ടേം ഇവിടെ കാണാത്തത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C3 ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് എക്സ്. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹോമോജീനസിന്റെ സൊല്യൂഷൻ. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ്ഡ് എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. ഫോർ വൈ പിയുടെ ചോയ്സ് എന്ന് പറയുന്നത് ഇ റേസ്ഡ് എക്സ് ഇൻറ്റു കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ്. ഇനി വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്യുമ്പോൾ ഈ കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് കിട്ടി. ഇപ്പോൾ വൈ പി എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് കിട്ടിയത്. വൈ സി പ്ലസ് വൈ പി എഴുതിയപ്പം ജനറൽ സൊല്യൂഷൻ ആയി. നെക്സ്റ്റ് പ്രോബ്ലം ഡിറ്റർമിൻ ദ ഫോം ഓഫ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് വൈ റേസ്ഡ് 4 പ്ലസ് ഇത് വൈയുടെ ഫോർത്ത് ഡെറിവേറ്റീവ് നിർദ്ദേശിച്ചു പ്ലസ് വൈ ട്രിപ്പിൾ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ്ഡ് മൈനസ് എക്സ്. അപ്പൊ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനസ് ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എം റേസ്ഡ് 4 പ്ലസ് എം ക്യൂബ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ 0 എന്ന് പറയുന്നത് ട്രിപ്പിൾ റൂട്ട് ആണ്. പിന്നെ അടുത്ത സൊല്യൂഷൻ -1. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ വൈ സി ഓഫ് എക്സ് ഈക്വൽ ടു C1 പ്ലസ് C2 എക്സ് പ്ലസ് C3 എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ്ഡ് 0 എക്സ് ഉണ്ട്. ഇ റേസ്ഡ് 0 എക്സിന്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. പ്ലസ് C4 ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് എക്സ്. ജി ഓഫ് എക്സ് നോക്കുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇ റേസ്ഡ് മൈനസ് എക്സ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. ദർഫോർ വൈ പി എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതാം. അപ്പൊ കെ നോട്ട് പ്ലസ് ഇ റേസ്ഡ് മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് എക്സ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K1 പ്ലസ് K2 എക്സ് പ്ലസ് K3 എക്സ്. ഇത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ
ഇതിന്റെ ഡെറിവേറ്റീവ് ഡബിൾ ഡെറിവേറ്റീവ് എല്ലാം കണ്ടിട്ട് രണ്ട് സൈഡിലുള്ള കോഎഫിഷ്യൻസ് എല്ലാം ഇക്വേറ്റ് ചെയ്തിട്ട് ആ കോൺസ്റ്റൻസിന്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫോമേ ചോദിച്ചിട്ടുള്ളൂ. സോ ഇവിടെ ഇതാണ് ഇതിന്റെ ഫോം. മാത്രം ചെയ്താലും മതി. ഇനി ഇതിൽ കാണിച്ചിട്ടുള്ള ഞാൻ ഈ ഡോക്ടർ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു സെക്ഷനിൽ 1 മുതൽ 26 വരെയുള്ള സെക്ഷനിൽ റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് വരുന്ന ഒരു പ്രോബ്ലം, സൈന് വരുന്ന ഒരു പ്രോബ്ലം, ഇറേസർ വരുന്ന ഒരു പ്രോബ്ലം, അതുപോലെ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്ന പ്രോബ്ലം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 5 പ്രോബ്ലംസ് ഹോംവർക്ക് ആയി ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട്. ഇനി ഇതിലെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അവിടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഞാൻ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറയാം. അപ്പൊ ഇവിടെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിൽ നമുക്ക് സാധാരണ തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 1 ആവുന്ന രീതിയിൽ അതിന് ത്രൂ ഔട്ട് അവിടെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ നമുക്ക് ഹോമോജീനസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം. അത് കഴിഞ്ഞ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 കേസായിട്ടാണ് പറയുന്നത്. ആദ്യം സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് yp of x is equal to u1 of x into y1 of x plus u2 of x into y2 of x. ഈ y1 y2 എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഹോമോജീനസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ 2 വാല്യൂസ് ഉണ്ടാവില്ലേ, 2 സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവില്ലേ, അതാണ് y1ഉം y2. u1ഉം u2ഉം കാണാനുള്ള ഫോർമുല ഉണ്ട്. u1ഉം u2ഉം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് u1 is equal to നമുക്കിവിടെ -y2 f of x divided by Wronskian of y1 y2. u2 എന്ന് പറയുന്നത് y1 of x into f of x divided by Wronskian of y1 y2. അവിടെ Wronskian എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ഡിറ്റർമിനന്റ് ഓഫ് y1x y2x y1 dash x y2 dash x. ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടി പറയാം. ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ രൂപത്തിൽ കൺവേർട്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് അതിന്റെ നമ്മളുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, അതായത് ഹോമോജീനസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ y1ഉം y2ഉം കിട്ടും. ആ y1ഉം y2 യൂസ് ചെയ്തിട്ട് ഈ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് y1 y2, ഇവിടെ y1ന്റെ ഡെറിവേറ്റീവ്, ഇവിടെ y2ന്റെ ഡെറിവേറ്റീവ്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ yp of x എന്നുള്ളത് u1 into y1x plus u2 into y2x ആണെന്ന് എടുക്കുന്നു. അവിടെ u1 u2 നമ്മൾ കണ്ടുപിടിക്കണം. u1 കാണാനുള്ള ഫോർമുല ഇതാണ്. അവിടെ u1 ഡാഷിന്റെ ഫോർമുല പറഞ്ഞത്. u1 കാണാനുള്ള ഫോർമുല ഇന്റഗ്രൽ ഓഫ് -y2x f of x ഡിവൈഡഡ് ബൈ Wronskian of y1 y2. ഇവിടെ y2 നമുക്കറിയാം, f of x എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ആണ്. u2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ y1 of x f of x ഡിവൈഡഡ് ബൈ Wronskian of y1 y2. അപ്പൊ ഈ ഫോമുല പ്രത്യേകം ഓർത്ത് വെച്ചോളാം. ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരൊറ്റ ഫോമുല ഇത് പഠിച്ചാലും മതി. yp of x is equal to -y1x into this. അതായത് u1 into y1 ആ ഒരു തന്നെയാണ്. ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ u1 u2 സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ സംഭവം തന്നെ കിട്ടും. ഇനി ഹയർ ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഹയർ ഓർഡർ ആണെങ്കിൽ, അതായത് 3rd ഡിഗ്രിയോ 4th ഡിഗ്രിയോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഇതേപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഹോമോജീനസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ y1 y2 എക്സെട്ര yn വരെ ഉള്ളതുണ്ടാവും. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ റോൺസ്കിയൻ കണ്ടുപിടിക്കുക. അപ്പൊ w ഈസിക്കൽ ടു, ഇവിടെ 2-3 ടൈപ്പിലുള്ള റോൺസ്കിയൻ ആവശ്യമുണ്ട്. w ഈസിക്കൽ ടു റോൺസ്കിയൻ എന്ന് പറയുന്നത് y1 y2 y3. ഇപ്പൊ 3rd ഡിഗ്രി ആണെങ്കിൽ y1 y2 y3 y1 dash y2 dash y3 dash y1 dash y1 ഡബിൾ ഡാഷ് y2 ഡബിൾ ഡാഷ് y3 ഡബിൾ ഡാഷ്. ഇത്രയും കണ്ടുപിടിക്കൽ റോൺസ്കിയൻ ആയി. ഇനി u1 കിട്ടാനായിട്ട്, ഇത് u1 ഡാഷിന്റെ ഫോർമുലയാണ് w1 ഡിവൈഡഡ് ബൈ w. അപ്പൊ അവിടുത്തെ w1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് കോളത്തെ മാറ്റിയിട്ട് 0 0 f of x എന്ന് എഴുതാം. 0 0 f of x എന്ന് പറഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ആണ്. w2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെക്കൻഡ് കോളം മാറ്റിയിട്ട് ഫസ്റ്റ് കോളം തേർഡ് കോളത്തിന് മാറ്റല്ല, സെക്കൻഡ് കോളം മാറ്റിയിട്ട് 0 0 f of x എടുക്കുക. w3 കാണാനായിട്ട് തേർഡ് കോളം മാറ്റിയിട്ട് 0 0 f of x കൊടുക്കുക. ഇനി ഇതിനേക്കാൾ ഹയർ ഓർഡർ ആണെങ്കിലും ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്.